20-ാം നൂറ്റാണ്ടിലെ കഠിനമായ ഒരു ശീതകാലം. വടക്കൻ ഇംഗ്ലണ്ടിലെ മോർത്ത്പെത്ത് വനമേഖലയെ തണുത്തുറഞ്ഞ മഞ്ഞുകാറ്റ് വിഴുങ്ങിയിരുന്നു. അവിടെ പുതിയതായി പണി കഴിപ്പിച്ച ന്യൂമിൻസ്റ്റർ ആശ്രമത്തിന്റെ മൺചുവരുകൾക്കുള്ളിൽ കളിമൺ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അബ്ബ റോബർട്ട് പ്രാർത്ഥനയിലായിരുന്നു. ആശ്രമത്തിലെ മറ്റ് സന്യാസിനിമാർ വിശപ്പും തണുപ്പും കാരണം അവശരായിരുന്നു. വരും ദിവസങ്ങളിൽ മഠത്തിലെ അന്തേവാസികൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ധാന്യങ്ങളും മറ്റ് സാമഗ്രികളും വഹിച്ചുകൊണ്ട് ഒരു കപ്പൽ വരുന്നുണ്ടെന്ന ഏക പ്രത്യാശ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് ആശ്രമത്തിൽ നിന്നും അനേകം മൈലുകൾക്കപ്പുറം നോർത്ത് കടലിൽ പ്രകൃതി അതിന്റെ ക്രൂര താണ്ഡവം ആരംഭിച്ചിരുന്നു. അപ്രതീക്ഷിതമായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽപ്പെട്ട് ആ ചെറിയ ചരക്കു കപ്പൽ ഉലയുവാൻ തുടങ്ങി. മല പോലെയുള്ള തിരമാലകൾ കപ്പലിന്റെ ഡെക്കിലേക്ക് ഇരച്ചു കയറി. കപ്പലിന്റെ പായകൾ കീറിപ്പറഞ്ഞു. നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട കപ്പൽ ഏതു നിമിഷവും പാറക്കെട്ടുകളിൽ ഇടിച്ചു തകരുമെന്ന അവസ്ഥയിലായി. നാം മുങ്ങി മരിക്കാൻ പോകുന്നു. ഈ കൊടുങ്കാറ്റിൽ നിന്ന് ഇനിയൊരു രക്ഷയുമില്ല. കപ്പലിലെ പരിചയസമ്പന്നനായ കപ്പിത്താൻ പോലും ഭയന്ന് വിറച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ട കപ്പൽ ജീവനക്കാർ തങ്ങളുടെ ജീവനായി നിലവിളിക്കുവാൻ തുടങ്ങി. ചിലർ തടിയുടെ കഷ്ണങ്ങളിലും ചരക്കുകളിലും മുറുകെ പിടിച്ചു. പ്രത്യാശയുടെ അവസാന കണികയും നഷ്ടപ്പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുവാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഇതേ സമയം ന്യൂമിൻസ്റ്റർ ആശ്രമത്തിലെ തന്റെ ചെറിയ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്ന റോബർട്ടിന്റെ ആത്മാവിൽ ഒരസ്വസ്ഥത പടർന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആത്മീയ കണ്ണുകൾക്ക് മുന്നിൽ ആ ഭയാനകമായ കാഴ്ച തെളിഞ്ഞു വന്നു. ഇരുണ്ട കടൽ, തകരുന്ന കപ്പൽ, മരണഭയത്താൽ നിലവിളിക്കുന്ന നിസ്സഹായരായ മനുഷ്യർ. തങ്ങൾക്കു ഭക്ഷണവുമായി വരേണ്ട ആ ചരക്ക് കപ്പൽ അപകടത്തിലാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. റോബർട്ട് ഒട്ടും സമയം കളയാതെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. കുരിശു രൂപത്തിന് മുന്നിലേക്ക് കൈകൾ മലർത്തിപ്പിടിച്ച് അദ്ദേഹം ഉരുകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ ദൈവമേ, അങ്ങയുടെ എളിയ ദാസന്മാരെ കാത്തുരക്ഷിക്കണമേ. ആ പാവപ്പെട്ടവരുടെ ജീവൻ കടലിന് വിട്ടുകൊടുക്കരുതേ. പ്രകൃതിയെ ശാന്തമാക്കണമേ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ തറയിലേക്ക് ഇറ്റിറ്റു വീണു. ബാഹ്യലോകവുമായി പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട കപ്പലിലുള്ളവരുടെ ജീവനായി അദ്ദേഹം ദൈവത്തോട് മല്ലിടുകയായിരുന്നു. ആ സമയം കടലിൽ കപ്പൽ ഒരു വലിയ തിരമാലയുടെ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും താഴേക്ക് പതിക്കുവാൻ തുടങ്ങുകയും ചെയ്ത ആ കൃത്യനിമിഷം പെട്ടെന്ന് പ്രകൃതിയിൽ ഒരു മാറ്റം സംഭവിച്ചു. അതുവരെ ആർത്തുലച്ചു വന്ന കാറ്റ് നിഗൂഢമായ ഏതോ ശക്തിയാൽ തടയപ്പെട്ടതുപോലെ പെട്ടെന്ന് നിലച്ചു. കരിമ്പാറകൾ പോലെ ഉയർന്നു വന്ന തിരമാലകൾ ഒരു നിമിഷം കൊണ്ട് ശാന്തമായി. ആകാശത്തെ കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ ഒരു പ്രകാശകിരണം കപ്പലിന് മേൽ പതിച്ചു. കണ്ണടച്ച് മരണത്തിനായി കാത്തിരുന്ന കപ്പൽ ജീവനക്കാർ അതിശയത്തോടെ കണ്ണുകൾ തുറന്നു. ചുറ്റും നോക്കി അവർക്ക് തങ്ങൾ കാണുന്നത് വിശ്വസിക്കാനായില്ല. കടൽ ഒരു തടാകം പോലെ ശാന്തമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ സുരക്ഷിതമായി തീരത്തടുത്തു. തങ്ങൾക്ക് സംഭവിച്ച അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ജീവനക്കാർ ന്യൂമിൻസ്റ്റർ ആശ്രമത്തിൽ ചരക്കുകളുമായി എത്തിച്ചേർന്നു. അവർ അബ്ബ റോബർട്ടിനെ കണ്ട് വണങ്ങി. കടലിലുണ്ടായിരുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചും അത് പെട്ടെന്ന് ശാന്തമായ കൃത്യം ദിവസത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും വിവരിച്ചു. അത് കേട്ട ആശ്രമത്തിലെ മറ്റ് സന്യാസിമാർ അത്ഭുതത്താൽ സ്തബ്ധരായി മാറി നിന്നു. കാരണം കപ്പൽ ജീവനക്കാർ പറഞ്ഞ അതേ ദിവസം അതേ സമയത്തായിരുന്നു അബ്ബ റോബർട്ട് തന്റെ മുറിയിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചതും കപ്പൽ രക്ഷപ്പെട്ടതായി മറ്റ് സന്യാസിമാരോട് വിളിച്ചു പറഞ്ഞതും. തങ്ങളെ മരണച്ചുഴിയിൽ നിന്ന് രക്ഷിച്ചത് മറ്റാരുമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബ റോബർട്ടിന്റെ വിശുദ്ധമായ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണെന്ന് കപ്പൽ ജീവനക്കാർ തിരിച്ചറിഞ്ഞു. അവർ ദൈവത്തിന് നന്ദി പറയുകയും റോബർട്ടിന്റെ പാദങ്ങളിൽ വീണ് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ഈ സംഭവം വടക്കൻ ഇംഗ്ലണ്ടിലുടനീളം കാട്ടുതീ പോലെ പടർന്നു. അതോടെ പ്രകൃതിയുടെ മേൽ പോലും ദൈവനാമത്തിൽ അധികാരമുള്ള ഒരു വലിയ വിശുദ്ധനായി ജനങ്ങൾ റോബർട്ടിനെ ആദരിക്കുവാൻ തുടങ്ങി. എന്നാൽ വിശുദ്ധ റോബർട്ടിന്റെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നല്ല. ഏകദേശം 1100-ൽ ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക്ഷയറിലുള്ള ഗാർഗ്രേവ് എന്ന ഗ്രാമത്തിലാണ് റോബർട്ട് ജനിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ പഠനത്തിലും ഈശ്വരഭക്തിയിലും അദ്ദേഹം ഏറെ തൽപരനായിരുന്നു. ആ കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പേരുകേട്ട പാരീസ് സർവകലാശാലയിലാണ് അദ്ദേഹം തന്റെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കിയത്. പഠനത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ റോബർട്ട് ഒരു കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി. തന്റെ ജന്മനാടിനടുത്തുള്ള ഇടവകയിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഒരു മികച്ച ഇടവക വൈദികനായി ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റിയെങ്കിലും ലൗകികമായ താല്പര്യങ്ങളിൽ നിന്ന് മാറി
കുറച്ചുകൂടി പ്രാർത്ഥനാ നിർഭരവും കഠിനവുമായ ഒരാത്മീയ ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന്റെ ആത്മാവ് കൊതിച്ചിരുന്നു. തന്റെ ഉള്ളിലെ ആത്മീയദാഹം ശമിപ്പിക്കുന്നതിനായി റോബർട്ട് ബെനഡിക്ടൈൻ സന്യാസ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം യോർക്ക്ഷയറിലെ വിറ്റ്ബി അബിയിൽ അംഗമായി. അവിടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് തന്റെ ചുറ്റുമുള്ള സന്യാസ ജീവിതത്തിന്റെ ചില ആഡംബര രീതികളിൽ അതൃപ്തി തോന്നി തുടങ്ങി. കൂടുതൽ കർക്കശവും ലളിതവും ആദ്യകാല സന്യാസിമാരുടെ വ്രതശുദ്ധി നിലനിർത്തുന്നതുമായ ഒരു ജീവിതശൈലി അദ്ദേഹം ആഗ്രഹിച്ചു. ഇതേ ചിന്താഗതിയുള്ള മറ്റു ചില സന്യാസിമാരുമായി ഒത്തുചേർന്ന 1132 അദ്ദേഹം വിറ്റ്ബി അബിയിൽ നിന്ന് വിട്ടുപോന്നു. അവർ നോർത്ത് യോർക്ക്ഷയറിലെ വിജനവും ദുർഘടവുമായ ഒരു താഴ്വരയിൽ എത്തിച്ചേരുകയും അവിടെ പ്രശസ്തമായ ഫൗണ്ടൻസ് അബി സ്ഥാപിക്കുകയും ചെയ്തു. കഠിനമായ ശൈത്യവും ഭക്ഷണത്തിന്റെ ദൗർലഭ്യവും സഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയിലും കായികാധ്വാനത്തിലും മുഴുകി. പിൽക്കാലത്ത് ഈ സന്യാസാശ്രമം കത്തോലിക്ക സഭയിലെ ഏറ്റവും കർക്കശമായ വ്രതങ്ങളുള്ള സിസ്റ്റേഴ്സ്യൻ നിയമങ്ങൾ സ്വീകരിച്ചു. റോബർട്ട് ഈ നവീകരണ പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു. ഫൗണ്ടൻസ് അബിയിലെ സന്യാസിമാരുടെ വിശുദ്ധിയെക്കുറിച്ചും റോബർട്ടിന്റെ നേതൃപാടവത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ നോർത്തുംബെർലാൻഡിലെ പ്രഭുവായ റാൾഫ് ഡി മെർലി അവരെ തന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു. ആശ്രമം പണിയുന്നതിനായി മോർപത്തിന് സമീപം അദ്ദേഹം വലിയൊരു ഭൂമി ദാനമായി നൽകി. 1138 റോബർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സന്യാസിമാർ അവിടെ എത്തുകയും ന്യൂമിനിസ്റ്റർ അബി സ്ഥാപിക്കുകയും ചെയ്തു. ഈ പുതിയ ആശ്രമത്തിന്റെ ആദ്യത്തെ അബ്ബ അഥവാ സന്യാസ മേധാവിയായി റോബർട്ട് ചുമതലയേറ്റു. അടുത്ത 21 വർഷക്കാലം അദ്ദേഹം ആ സമൂഹത്തെ അതീവ വിനയത്തോടെയും ആത്മീയ കരുത്തോടെയും നയിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ന്യൂമിനിസ്റ്റർ അബി വലിയ രീതിയിൽ അഭിവൃദ്ധിപ്പെടുകയും അവിടെ നിന്നും മറ്റു 3 പുതിയ ആശ്രമങ്ങൾ കൂടി സ്ഥാപിതമാവുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസികൾ ഇന്നും ഭക്തിയാദരവുകളോടെ സ്മരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒട്ടനവധി അത്ഭുത കഥകളുണ്ട്. പിശാചുബാധ ഒഴിപ്പിക്കലും രോഗശാന്തിയും വിശുദ്ധ റോബർട്ടിന്റെ ദുഷ്ടാരൂപികളെ പുറത്താക്കുവാനുള്ള സവിശേഷമായ ആത്മീയ വരവും മറ്റുള്ളവരെ അമ്പരപ്പിച്ചിരുന്നു. മാനസികമായും ശാരീരികമായും തകർന്ന പിശാചുബാധയേറ്റ അനേകം ആളുകളെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നു. റോബർട്ട് അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദുഷ്ടശക്തികൾ അവരെ വിട്ടുപോവുകയും അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്പർശനത്താൽ വിട്ടുമാറാത്ത രോഗങ്ങൾ സുഖപ്പെട്ടതായും അന്തർക്ക് കാഴ്ച ലഭിച്ചതായും അക്കാലത്തെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സന്യാസിയും ഏകാന്തവാസിയുമായിരുന്ന വിശുദ്ധ ഗോദ്രിക് റോബർട്ടിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവർ തമ്മിൽ നേരിട്ട് കാണാതെ തന്നെ ആത്മീയ തലത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. റോബർട്ടിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് ഒരു ദർശനത്തിലൂടെ ഗോദ്രിക് കണ്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ സന്യാസ ആശ്രമത്തിന്റെ മേധാവിയായിരുന്നിട്ടും റോബർട്ട് ഒരിക്കലും അധികാരത്തിന്റെ ആഡംബരങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ഭരണമെന്നത് സേവനമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ കീഴിലുള്ള സന്യാസിമാർക്കൊപ്പം അദ്ദേഹം വയലുകളിൽ കഠിനമായി അധ്വാനിച്ചു. ആശ്രമത്തിലെ ഏറ്റവും എളിയ ജോലികൾ ചെയ്യുവാനും അദ്ദേഹം മടിച്ചില്ല. വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുകയും കഠിനമായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത അദ്ദേഹം മറ്റുള്ളവർക്ക് എപ്പോഴും തണുത്ത കുടിവെള്ളം ചുമന്നുകൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ പതിവാക്കിയിരുന്നു. ആശ്രമത്തിന്റെ പടിവാതിക്കലെത്തുന്ന ഒരു ദരിദ്രനെ പോലും അദ്ദേഹം വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല. തനിക്ക് ലഭിക്കുന്നതെന്തും പാവങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ അദ്ദേഹം തന്റെ സന്യാസിമാരെ പഠിപ്പിച്ചു. നീണ്ട വർഷങ്ങളിലെ ആത്മീയ സേവനത്തിന് ശേഷം 1159 ജൂൺ 7 വിശുദ്ധ റോബർട്ട് നിത്യസമ്മാനത്തിനായി യാത്രയാകുന്നത്. ന്യൂമിനിസ്റ്റർ അബിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ അദ്ദേഹത്തിന്റെ കല്ലറയിങ്കിലേക്ക് ഒഴുകിയെത്തി. റോബർട്ടിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച അനേകർക്ക് അത്ഭുതകരമായ രോഗശാന്തിയും ആശ്വാസവും ലഭിച്ചതോടെ ആ സ്ഥലം ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു. ജൂൺ 7 കത്തോലിക്ക സഭ അദ്ദേഹത്തിന്റെ തിരുനാൾ ആചരിക്കുന്നത്. വിശുദ്ധ റോബർട്ട് ഓഫ് ന്യൂമിനിസ്റ്ററിന്റെ ജീവിതം ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും പദവികൾക്കും പിന്നാലെ പായുന്ന മനുഷ്യന് ലളിത ജീവിതത്തിലൂടെയും പാപങ്ങളോടുള്ള കാരുണ്യത്തിലൂടെയും മാത്രമേ യഥാർത്ഥ ദൈവസാന്നിധ്യം കണ്ടെത്താനാകൂ എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. കഠിനമായ പ്രതിസന്ധികളിലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.